ക്രിക്കറ്റ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി ഹാഷ്ടാഗ് ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന പരമ്പര 3-0 തൂത്തുവാരിയിരിക്കുകയാണ് ടീം ഇന്ത്യ. ജോസേട്ടനും സംഘവും വളരെ നിരാശയോടെയാണ് മടങ്ങിപ്പോകുന്നത്. T20 പരമ്പരയിൽ ഒരു മത്സരം ഇംഗ്ലണ്ടിന് വിജയിക്കാൻ സാധിച്ചെങ്കിൽ ഏകദിന പരമ്പരയിൽ ഒരു മത്സരം പോലും ഇംഗ്ലണ്ടിനെ വിജയിക്കാൻ അനുവദിക്കാതെയാണ് ടീം ഇന്ത്യ ഇംഗ്ലണ്ടിനെ മടക്കി അയക്കുന്നത്. ഇന്നത്തെ മത്സരത്തിനെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ മത്സരത്തിലും ടോസ് ലഭിച്ചത് ഇംഗ്ലണ്ടിനായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്തു പരാജയപ്പെട്ട ഇംഗ്ലണ്ട് നായകൻ ഇന്ന് ആദ്യം ബൗളിംഗ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന സമയം കൂടുതൽ ഉണ്ടാകുമെന്നതിനാൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ അനുകൂലമായ പിച്ച് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ന് ബൗൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ അതൊന്നും ടീം ഇന്ത്യക്ക് ഒരു പ്രശ്നമേ അല്ലായിരുന്നു. ഇന്ത്യ ഇന്ന് ബാറ്റിങ്ങും ബൗളിങ്ങും വളരെ നന്നായി തന്നെ ചെയ്തു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 357 എന്ന കൂറ്റൻ വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ടിന് സമ്മാനിച്ചത്. ഇന്ത്യ 50 ഓവറിൽ 356 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ വെടിക്കെട്ട് സെഞ്ചുറി നേടി ഫോമിലേക്ക് തിരികെ എത്തിയ രോഹിത് ശർമ്മയിൽ നിന്നും ഇന്ന് നല്ലൊരു വെടിക്കെട്ട് ഇന്നിംഗ്സ് കൂടി ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആരാധകരെല്ലാം നിരാശപ്പെടുത്തി രോഹിത് ശർമ്മ വെറും 1 റൺസ് മാത്രം എടുത്ത് പുറത്താവുകയായിരുന്നു. എന്നാൽ ഇത്തവണയും ശുഭ്മാൻ ഗിൽ വളരെ മനോഹരമായ ഒരു ഇന്നിംഗ്സ് തന്നെ നടത്തുകയുണ്ടായി. കഴിഞ്ഞ 2 മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി നേടിയ ഗില്ല് ഇത്തവണ വളരെ മികച്ചൊരു സെഞ്ചുറിയും കൂടി നേടിയിരിക്കുകയാണ്. 102 പന്തുകളിൽ നിന്നും 14 ഫോറും 3 സിക്സും അടക്കം 109 സ്ട്രൈക്ക് റേറ്റിൽ 112 റൺസാണ് അദ്ദേഹം നേടിയത്. രഞ്ജിയിലടക്കം ബാറ്റിംഗിൽ ഫ്ലോപ്പായിരുന്ന വിരാട് കോഹ്ലിയും ഇന്ന് ഫോമിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. അർദ്ധ സെഞ്ചുറി കുറിച്ചാണ് കോഹ്ലി മടങ്ങിയത്. 55 പന്തിൽ 7 ഫോറും 1 സിക്സും അടക്കം 52 റൺസാണ് അദ്ദേഹം ഇന്ന് നേടിയത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും നന്നായി കളിച്ച ശ്രേയസ് അയ്യർ ഈ മത്സരത്തിലും വളരെ നന്നായി തന്നെ കളിച്ചു. ഈ സീരീസിലെ തന്റെ 2ാമത്തെ അർദ്ധ സെഞ്ചുറിയാണ് അദ്ദേഹം കുറിച്ചത്. 64 പന്തിൽ 8 ഫോറും 2 സിക്സും അടക്കം 78 റൺസാണ് ശ്രേയസ് അയ്യരുടെ സംഭാവന. രാഹുൽ 29 പന്തിൽ 40 റൺസും ഹാർദിക് പാണ്ഡ്യ 2 സിക്സ് അടിച്ച് 9 പന്തിൽ 17 റൺസും അക്സർ പട്ടേൽ 13 റൺസും വാഷിംഗ്ടൺ സുന്ദർ 14ഉം ഹർഷിത് റാണ 1 ഫോറും 1 സിക്സും അടിച്ച് 12 റൺസും കുറിച്ചതോടെ ടീം ഇന്ത്യ 50 ഓവർ പിന്നിട്ടപ്പോൾ 356 റൺസ് എടുത്ത് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ICC ചാമ്പ്യൻസ് ട്രോഫി അടുത്തു വന്നിരിക്കെ രോഹിത് ശർമ്മയും കോഹ്ലിയും ഗില്ലും ശ്രേയസ് അയ്യറും അങ്ങനെ പല താരങ്ങളും ബാറ്റിംഗിൽ നല്ല ഫോമിലേക്ക് വന്നത് ആരാധകർക്കേറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 357 റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് കഴിഞ്ഞ മത്സരങ്ങൾ പോലെ തുടക്കത്തിൽ ആഞ്ഞടിച്ചു. ബെൻ ഡക്കറ്റും ഫിലിപ്പ് സാൾട്ടും കൂടി ചേർന്ന് നല്ലൊരു തുടക്കം തന്നെ നേടി. ബെൻ ഡക്കറ്റ് 22 പന്തിൽ 8 ഫോർ അടക്കം 34 റൺസ് നേടിയപ്പോൾ ഫിലിപ്പ് സാൾട്ട് 21 പന്തിൽ 21 റൺസും നേടി പുറത്താവുകയായിരുന്നു. ഇരുവരെയും അർഷദീപ് സിംഗ് ആണ് പുറത്താക്കിയത്. പിന്നീട് ഇറങ്ങിയ ടോം ബാൻഡനും ജോ റൂട്ടും കൂടി ചേർന്ന് ഇംഗ്ലണ്ടിനെ മുന്നോട്ട് കൊണ്ടുപോയി. ബാൻഡൻ 4 ഫോറും 2 സിക്സും അടക്കം 41 പന്തിൽ 38 റൺസാണ് നേടിയത്. കുൽദീപ് യാദവിന്റെ പന്തിൽ KL രാഹുലിന് ക്യാച്ച് നൽകി അദ്ദേഹം പുറത്താവുകയായിരുന്നു. ജോ റൂട്ട് 24 റൺസ് എടുത്ത് നിൽക്കെ അക്സർ പട്ടേലിന്റെ പന്തിൽ ക്ലീൻ ബൗൾഡായി പുറത്തായി. പിന്നീട് ഇംഗ്ലണ്ടിന്റെ വിക്കറ്റുകൾ തുടരെയായി കൊഴിഞ്ഞു പോവുകയായിരുന്നു. അവസാനം അറ്റ്കിൻസന്റെ വെടിക്കെട്ടിൽ 38 റൺസ് കൂടി ചേർത്തപ്പോൾ ഇംഗ്ലണ്ട് 200 റൺസ് കടന്നു. അങ്ങനെ ഇംഗ്ലണ്ട് 34.2 ഓവറിൽ 214 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി അർഷദീപ് സിംഗ്, ഹാർദിക് പാണ്ഡ്യ, ഹർഷിത് റാണ, അക്സർ പട്ടേൽ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ കുൽദീപ് യാദവ്, വാഷിംഗ്ടൺ സുന്ദറും 1 വിക്കറ്റ് വീതം വീഴ്ത്തി. അങ്ങനെ ഇന്ത്യ 3ാം ഏകദിനത്തിൽ 142 റൺസിന്റെ തകർപ്പൻ വിജയം നേടി ഏകദിന പരമ്പര തൂത്തുവാരിയിരിക്കുകയാണ്.